നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഫാസിസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. നമ്മളിന്ന് പഠിക്കുന്നത് ഭൂമിശാസ്ത്രം എന്ന മേഖലയിലെ റിമോട്ട് സെൻസിങ് എന്ന് പറയുന്ന ഒരു മേഖലയുണ്ട്. റിമോട്ട് സെൻസിങ് എന്ന് വെച്ചാൽ വിദൂര സംവേദനം എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. വിദൂര സംവേദനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്പർശിച്ച് അറിയുവാനായിട്ട് സാധിക്കില്ല. അപ്പോൾ സ്പർശനം കൊണ്ട് നമുക്ക് അറിയുവാൻ സാധിക്കാതെ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന രീതിക്കാണ് നമ്മൾ വിദൂര സംവേദനം എന്ന് പറയുന്നത്, അല്ലേ? ദർശനം കൊണ്ട് നടത്തുന്നത് എന്ന് നമ്മൾ പറയും. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു സംവേദനത്തിനെയാണ് നമ്മളെന്ത് പറയുന്നത്, ഈ വിദൂര സംവേദനം എന്ന് പറയുന്നത്. അപ്പോൾ വിദൂര സംവേദനം എങ്ങനെ നടത്താം? ഭൗമോപരിതലത്തിലുള്ള വസ്തുക്കളെല്ലാം നമുക്ക് എങ്ങനെ കണ്ടെത്താൻ പറ്റും? നമ്മുടെ സ്പർശനം കൊണ്ട് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും, നേരിട്ട് കണ്ട് തിരിച്ചറിയാൻ സാധിക്കും. അങ്ങനെ നേരിട്ടോ സ്പർശിച്ചോ നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ ഈ ഭൗമ ഉപരിതലത്തിലുണ്ട്. അത്തരത്തിലുള്ള വസ്തുവകകൾ കാണുക, അത് നമുക്ക് അനുഭവവേദ്യമാക്കുക, അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സംവിധാനങ്ങളെയാണ് നമ്മൾ വിദൂര സംവേദനം അഥവാ റിമോട്ട് സെൻസിങ് എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള സാധ്യതകൾ എങ്ങനെയാണ് ആദിമകാലങ്ങളിൽ ഉണ്ടായിരുന്നത് എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം, അല്ലേ? പഴയ കാലങ്ങളിലേക്ക് നമ്മൾ കണ്ടിട്ടുണ്ടാകും. ഇപ്പോൾ സിനിമകളൊക്കെ നമ്മൾ കാണുന്നതാണ്. അപ്പോൾ പഴയ കാലങ്ങളിലൊക്കെ ഈ യുദ്ധങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഓരോ രാജ്യത്തിൻ്റെയും ചെറിയ മാപ്പുകളൊക്കെ അവർ തയ്യാറാക്കും. അതങ്ങനെ മുകളിൽ നിന്ന് നോക്കിയാൽ ഈ ഭൂപ്രദേശം എങ്ങനെയാണ് എന്നതിനെ ചിത്രീകരിക്കുന്ന രീതിയിലായിരിക്കും അത്. അതേതെങ്കിലുമൊക്കെ ഉയർന്ന ഒരു പർവ്വതത്തിൻ്റെയോ കുന്നിൻ്റെയോ ഒക്കെ മുകളിൽ കയറി നിന്നുകൊണ്ട് നഗ്ന നേത്രങ്ങൾ കൊണ്ട് വീക്ഷിച്ച് ഈ ഭൂപട നിർമ്മാതാക്കൾ തയ്യാറാക്കുന്ന ഭൂപടങ്ങളൊക്കെ വെച്ചിട്ടാണ് ഈ പടയൊരുക്കങ്ങളൊക്കെ നടത്തുന്നതും ഏത് രീതിയിലൂടെയാണ് ഒരു രാജ്യത്തു നിന്നും മറ്റൊരു രാജ്യത്തിലേക്ക് പോകേണ്ടത് എന്നും ഒരു നദി എങ്ങനെ കൂടിയാണ് ഒഴുകുന്നതെന്നും ആ നദിയുടെ ആ പാത എങ്ങനെയൊക്കെയാണെന്നും ഒരു വനമുണ്ടെങ്കിൽ ആ വനം എത്ര ഏരിയയിലാണ് വ്യാപിച്ച് കിടക്കുന്നത് എന്നുമൊക്കെ കൃത്യമായിട്ട് മനുഷ്യൻ പൗരാണിക കാലങ്ങളിൽ തന്നെ മനസ്സിലാക്കിയിരുന്നു. അത്തരത്തിൽ ഉപയോഗിച്ചിരുന്നത് അവൻ്റെ ചിന്തയും ബുദ്ധിയും കണ്ണുകളും മാത്രമായിരുന്നുവെങ്കിൽ ആധുനിക കാലത്ത് അതിനെയെല്ലാം മറികടന്നുകൊണ്ട് ഇപ്പോഴുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമുക്ക് കാണുവാൻ സാധ്യമല്ലാത്ത, നമുക്ക് ദൃഷ്ടിഗോചരമല്ലാത്ത പല വസ്തുക്കളും നമ്മുടെ കൺമുന്നിൽ പതിയുന്ന രീതിയിലുള്ള സാങ്കേതിക വിദ്യ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഈ വിദ്യക്കാണ് നമ്മൾ എന്ത് പറയുന്നത്, റിമോട്ട് സെൻസിങ് അഥവാ വിദൂര സംവേദനം എന്ന് പറയുന്നത്. ഇനി ഈ വിദൂര സംവേദനത്തിൻ്റെ ഒരു ചരിത്രം നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ചരിത്ര പശ്ചാത്തലം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതായത് ആദ്യകാലങ്ങളിലൊക്കെ ഇങ്ങനെയുള്ള ആധുനിക കാലങ്ങളിലേക്ക് കടന്നു വരുന്ന ആ ഘട്ടത്തിലേക്ക് ഇത് കണ്ടെത്തിയത് ഏകദേശം ഒരു 2 നൂറ്റാണ്ടിനൊക്കെ മുൻപാണ് ഇത്തരത്തിലുള്ള സംവേദനങ്ങൾ നമ്മൾ കണ്ടെത്തുവാൻ തുടങ്ങിയത്. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ബലൂണുകളിലേക്ക് പറക്കാൻ തുടങ്ങി. മനുഷ്യന് കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തുവാൻ വേണ്ടിയിട്ട് ബലൂണുകളിൽ പറക്കാൻ തുടങ്ങി. ആ ബലൂണുകളിൽ ഒരു നിശ്ചിത ഉയരത്തിൽ ചെന്നിട്ട് എന്ത് ചെയ്യുന്നു, ഇത് പകർത്തിയെടുക്കാനുള്ള ശ്രമം, അതായത് ക്യാമറകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇതൊക്കെ പകർത്തിയെടുക്കാനുള്ള ഒരു ശ്രമം ഒക്കെ ആരംഭിച്ചു. 1858 കാലഘട്ടങ്ങളിൽ ഫ്രഞ്ച് ഭൂപട നിർമ്മാതാക്കളാണ് ഇത്തരത്തിൽ ബലൂണുകളിൽ ഭൂമിയിൽ നിന്ന് കുറച്ച് ഉയരത്തിലേക്ക് എത്തുന്നത്. കാര്യം എല്ലായിടത്തും പർവ്വതങ്ങളില്ല, ഉയരമുള്ള മരങ്ങളുമില്ല. അതുകൊണ്ട് കുറച്ചുയരത്തിലുള്ള പ്രദേശങ്ങളിൽ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ മാത്രമേ ഭൂമിയുടെ കൂടുതൽ വിസ്താരമുള്ള ഭാഗങ്ങൾ ഒപ്പിയെടുക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് ബലൂണുകളിൽ ഉയർന്നു പറന്ന് വിവിധ പ്രദേശങ്ങളുടെ പ്രതലത്തിലുള്ള ചിത്രങ്ങൾ ഒപ്പിയെടുക്കുന്ന സാങ്കേതിക വിദ്യകൾ ആദ്യമായിട്ട് ഉപയോഗിച്ചു തുടങ്ങിയത് ഫ്രഞ്ച് ഭൂപട നിർമ്മാതാക്കന്മാരാണ്. അത് 1858 ഇവർ ബലൂണുകളാണ് ഉപയോഗിച്ചു തുടങ്ങിയത്. ഇതിനുശേഷം ഈ ആകാശമാർഗേണയുള്ള ആ ഭൂമിയുടെ ദിശയും ഭൂമിയുടെ ചലനവും ഭൂമിയുടെ ഉപരിതലത്തിലുള്ള വസ്തുക്കളുമെല്ലാം കൂടുതൽ ഉപയോഗിക്കേണ്ടി വന്ന കാലഘട്ടം എന്നുള്ളത് യുദ്ധകാലഘട്ടങ്ങളിലാണ്. പ്രത്യേകിച്ച് ആ ഫസ്റ്റ് വേൾഡ് വാറിൽ, സെക്കൻഡ് വേൾഡ് വാറിലുമൊക്കെയാണ് ഇത് ഉപയോഗിക്കപ്പെട്ടത്. അക്കാലത്തൊക്കെ എന്താണ്, ബലൂൺ മാറിയിട്ട് പകരം വിമാനങ്ങൾ വന്നു. വിമാനങ്ങളിലും ബലൂണുകളിലും ഘടിപ്പിച്ചിട്ടുള്ള ക്യാമറകളും അതേപോലെയുള്ള ഉപകരണങ്ങളുമൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് പിന്നീട് വിദൂര സംവേദനം എന്ന് പറയുന്നത് പ്രാവർത്തികമാക്കപ്പെട്ടത്. പിന്നീട് 1960 മുതലാണ് നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങിയത്, ഉപഗ്രഹങ്ങൾ എന്ന് പറയുന്നത് അയക്കാൻ തുടങ്ങിയത്, അല്ലെ? ഭൂമിയുടെ ആകർഷണ വലയത്തിന് പുറത്തേക്ക് ഉപഗ്രഹങ്ങൾ അയച്ചുകൊണ്ട് ആ ഉപഗ്രഹങ്ങളിൽ ക്യാമറകൾ സ്ഥാപിച്ചുകൊണ്ട് ആ ക്യാമറകളിലൂടെ പകർത്തിയെടുക്കുന്ന ചിത്രങ്ങൾ നമ്മൾ എന്ത് ചെയ്യുകയാണ്, നമ്മുടെ പഠനത്തിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സംവിധാനം തുടങ്ങി. ഇങ്ങനെയാണ് നമ്മുടെ വിദൂര സംവേദനത്തിൻ്റെ ആധുനിക ഘട്ടം ആരംഭിക്കുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അല്ലേ? അതോടൊപ്പം തന്നെ എന്തായിരിക്കാം, ഇത്തരത്തിലുള്ള പരിപാടികളൊക്കെ നമ്മൾ ആരംഭിച്ചു, അല്ലേ? ടെലിവിഷൻ ആൻഡ് ഇൻഫ്രാറെഡ് ഒബ്സർവേഷൻ സാറ്റലൈറ്റ് എന്ന പേരിൽ അമേരിക്ക, അല്ലേ? അമേരിക്കയാണ് ആദ്യമായിട്ട് കാലാവസ്ഥാ നിരീക്ഷണത്തിനുള്ള ഒരു ഉപഗ്രഹം അയച്ചത്. അതിൻ്റെ പേര് ടിറോസ് എന്നായിരുന്നു. ടെലിവിഷൻ ഇൻഫ്രാറെഡ് ഒബ്സർവേഷൻ സാറ്റലൈറ്റ് എന്ന് പറയുന്നതായിരുന്നത് അമേരിക്കക്കാരാണ് ഇത്തരത്തിലുള്ളൊരു കാലാവസ്ഥാ നിർണ്ണയത്തിനുള്ള ഉപഗ്രഹമൊക്കെ ആദ്യമായിട്ട് വിട്ടത്. പിന്നീട് അതിനുശേഷം 1970കളിൽ എർത്ത് റിസോഴ്സ് ടെക്നോളജി സാറ്റലൈറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരെണ്ണം വിട്ടു. അതായത് ഭൂമിയിലുള്ള വിഭവങ്ങൾ എപ്രകാരമാണെന്നും അതെങ്ങനെയൊക്കെയാണെന്നും മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് എർത്ത് റിസോഴ്സ് ടെക്നോളജി സാറ്റലൈറ്റ് അഥവാ എഡ്സ് എന്ന് പറയുന്നത് വിട്ടു. ഇതിനെയാണ് നമ്മൾ ലാൻഡ് സാറ്റ് എന്ന
ശ്രേണിയിൽപ്പെടുത്തുന്നത്. അത് ഭൂമിയെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ട്, ഭൂമിയുടെ കരഭാഗങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് വിക്ഷേപിക്കപ്പെടുന്ന സാറ്റലൈറ്റുകളെയാണ് നമ്മൾ ലാൻഡ്സാറ്റ് എന്ന് പേരിട്ട് പറയുന്നത്. ഇതോടുകൂടി എന്താണ്, ഒരു വിപ്ലവകരമായ മാറ്റം നമ്മുടെ ഈ ഭൗമശാസ്ത്ര രംഗത്ത് അല്ലെങ്കിൽ റിമോട്ട് സെൻസിങ് എന്ന് പറയുന്ന ആ ഒരു ഏരിയയിൽ സംഭവിച്ച് വരികയാണ്. പിന്നീട് ഫ്രാൻസിസ് സ്പോട്ട് എന്ന് പറയുന്ന രീതിയിൽ ഒരു ഉപഗ്രഹമൊക്കെ 1986 വിക്ഷേപിച്ച് കഴിഞ്ഞപ്പോൾ എന്താണ്, ഗതി മാറി തുടങ്ങി. പിന്നീടാണ് നമ്മുടെ ISROയും ഇതേപോലെയുള്ള യൂറോപ്യൻ സ്പേസ് ഏജൻസിയും ഒക്കെ അടങ്ങുന്ന പുതിയ നിരയിലുള്ള ഒരുപാട് ബഹിരാകാശ സ്ഥാപനങ്ങൾ വരുന്നതും അവരുടെ കണ്ടെത്തലുകളെല്ലാം വരുന്നതും. അങ്ങനെ റിമോട്ട് സെൻസിങ് എന്ന് പറയുന്നത് ഇപ്പോൾ വളരെ വേഗം വളർന്നുകൊണ്ടിരിക്കുന്ന, അതിവേഗം തന്നെ വളർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയായിട്ട് മാറിയിരിക്കുകയാണ്. ഇനി എന്താണ് റിമോട്ട് സെൻസിങ്ങിൻ്റെ യൂസേജ്, അല്ലെങ്കിൽ അതുകൊണ്ടുള്ള പ്രയോജനം എന്താണ്, ഉപയോഗം എന്താണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ റിമോട്ട് സെൻസിങ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന കാലാവസ്ഥാ നിർണ്ണയത്തിനാണ് അല്ലേ. റിമോട്ട് സെൻസിങ് നമുക്ക് കണ്ടെത്താൻ പറ്റാത്ത, കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റാത്ത, സ്പർശിച്ചറിയാൻ പറ്റാത്ത പ്രദേശങ്ങളെ ഒരു ഉയർന്ന പ്രതലത്തിൽ നിന്നും ചിത്രീകരിച്ചിട്ട് അവിടെ അങ്ങനെയാണ്, അവിടുത്തെ കാലാവസ്ഥ ഇപ്രകാരമായിരിക്കാം അല്ല, വരണ്ടതാണോ, മഴയുള്ളതാണോ, ചൂടുള്ളതാണോ, മഞ്ഞുള്ളതാണോ എന്നൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നത് ഈ പറയുന്ന റിമോട്ട് സെൻസിങ് എന്ന സംവിധാനം ഉള്ളതുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് കാലാവസ്ഥാ നിർണ്ണയത്തിന് നമ്മളെ സഹായിക്കുന്നു. അതുപോലെ സമുദ്ര പര്യവേക്ഷണം അല്ലെ, സമുദ്രാന്തര യാത്രകൾ നടത്തുന്നതിന് അല്ലെ, കടലിലൂടെ ഒരുപാട് ദൂരം പോകുമ്പോൾ കടലിൻ്റെ പ്രകൃതി എങ്ങനെയാണ്, കടൽ ക്ഷോഭമുണ്ടാകുമോ, കടൽ ശാന്തമായിരിക്കുമോ, കടലിൽ തിരമാലകൾ എന്ന് പറയുന്നത് ആകാശത്തോളം ഉയരുമോ, ഒരു യാത്ര, കപ്പൽ യാത്ര സാധ്യമാകുമോ, ഇങ്ങനെയുള്ള കണ്ടെത്തലുകൾ അല്ലെങ്കിൽ സമുദ്രത്തിൻ്റെ അന്തർഭാഗത്തേക്കുള്ള പര്യവേഷണങ്ങൾ, ഇതിനൊക്കെ നമുക്ക് എന്ത് വേണം, അറിവ് വേണം. ഇത്തരത്തിലുള്ള അറിവുകൾ നമുക്ക് ലഭ്യമാക്കാനായിട്ട് മാർഗ്ഗങ്ങളൊന്നുമില്ലാതിരിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ റിമോട്ട് സെൻസിങ് എന്ന് പറയുന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് സമുദ്ര പര്യവേഷണം നടത്തുന്നത് അല്ലേ. അപ്പോൾ സമുദ്ര പര്യവേഷണത്തിന് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ വരൾച്ചയും വെള്ളപ്പൊക്കവും നിയന്ത്രിക്കാൻ സാധിക്കും അല്ലേ. വരൾച്ചയും വെള്ളപ്പൊക്കവും നിയന്ത്രിക്കാൻ സാധിക്കുന്നത് എങ്ങനെയാണ്, ഏതെങ്കിലും മേഖലയിൽ വരൾച്ചയ്ക്കുള്ള സാധ്യതകൾ ഉണ്ടോ എന്ന് കണ്ടെത്തുവാൻ സാധിക്കും. കാരണം വർഷങ്ങളും മാസങ്ങളും നീണ്ടു നിൽക്കുന്ന പഠനങ്ങൾ നടത്തുവാനായിട്ടൊരു പ്രത്യേക ഭൂപ്രദേശത്തിൻ്റെ ചിത്രങ്ങളും അവിടെയുള്ള വസ്തുക്കളും വിശകലനം ചെയ്തേ മതിയാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അവിടെ വെള്ളപ്പൊക്കത്തിന് സാധ്യതയുണ്ടോ, വരൾച്ചയ്ക്ക് സാധ്യതയുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുവാനും നമുക്ക് റിമോട്ട് സെൻസിങ് ഉപയോഗിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ കാട്ടുതീയെ നിയന്ത്രിക്കണം അല്ലെ. കാട്ടുതീ പടർന്ന് പിടിച്ചു കഴിഞ്ഞാൽ എങ്ങോട്ടൊക്കെ പോകും അല്ലെ. ആമസോൺ മഴക്കാടുകളിലെ കാട്ടുതീ എന്ന് പറയുന്നത് പന്തലിച്ചു കഴിഞ്ഞപ്പോൾ എന്താണ്, ലോകമാകെ പേടിച്ചു പോയതാണ്. കാരണം ബ്രസീലിലാണ് ഈ ആമസോൺ മഴക്കാടുകളുള്ളത്. ബ്രസീലിൻ്റെ പകുതിയിലധികം ഭാഗത്തും ഈ ആമസോൺ മഴക്കാടുകളാണുള്ളത്. ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത് ഈ ആമസോൺ മഴക്കാടുകളാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യം നിറഞ്ഞ് പന്തലിച്ചിരിക്കുന്നത് ഈ ആമസോൺ മഴക്കാടുകളിലാണ്. പക്ഷേ ബ്രസീലിൻ്റെ കൃഷിഭൂമി എന്ന് പറയുന്നത് വളരെ കുറവായതിനാൽ ഈ ആമസോൺ മഴക്കാടുകൾ അവിടെ കുറഞ്ഞെങ്കിൽ മാത്രമേ അവർക്ക് കൃഷിഭൂമി ചെയ്യുവാൻ സാധ്യമാവുകയുള്ളതുകൊണ്ട് ബ്രസീലിയൻ ഗവൺമെൻറ് ഇത്തരത്തിലുള്ള കാട്ടുതീകൾ വന്നു കഴിയുമ്പോൾ എന്തായിരിക്കും, അത് അണയ്ക്കുന്നതിനും മറ്റൊന്നും വലിയ ഗൗരവമൊന്നും കൊടുക്കാറില്ല. അതുകൊണ്ട് തന്നെ ലോകത്തുള്ള ജനങ്ങളിൽ അവരും പലപ്പോഴും ആശങ്കാകുലരാണ്. അതുകൊണ്ട് തന്നെ ആമസോൺ മഴക്കാടുകൾക്ക് കാട്ടുതീ പടർന്ന് പിടിക്കുമ്പോൾ എന്തായിരിക്കാം, ലോകത്തുള്ള വിവിധ ബഹിരാകാശ ഏജൻസികൾ ഈ ആമസോൺ മഴക്കാടുകളുടെ ചിത്രീകരണം നടത്തുവാനായിട്ട് വെമ്പൽ കൊള്ളും. കാരണം കാട്ടുതീ എവിടെയാണ് ആരംഭിച്ചത്, എത്ര ദൂരം അത് മുന്നോട്ട് പോകുന്നു, ഓരോ ദിവസവും എത്രത്തോളം ഹെക്ടർ അല്ലെങ്കിൽ എത്രത്തോളം കിലോമീറ്ററുകൾ പ്രദേശമാണ് അങ്ങനെ ഇരയാകുന്നത്, അതെങ്ങനെ കെടുത്തുവാൻ സാധിക്കുമെന്നെല്ലാം നമുക്ക് പറയുവാനും പ്രവചിക്കുവാനും സാധിക്കുന്നത് ഇത്തരത്തിലുള്ള റിമോട്ട് സെൻസിങ് എന്ന് പറയുന്ന സംവിധാനം ഉപയോഗപ്പെടുത്തുന്നത് കൊണ്ട് മാത്രമാണ് അല്ലേ. അതുപോലെ വിളയുടെയും വളർച്ചയുടെയും ഒക്കെ കാലഘട്ടങ്ങളിൽ വിള എന്ന് പറയുന്നത് എത്ര നാളുകൾ കൊണ്ട് പാകമാകും, അതിൽ കീടനാശിനിയുടെ ആക്രമണം ഉണ്ടാകുന്നുണ്ടോ എന്നൊക്കെ എന്തായിരിക്കും കൃത്യമായിട്ട് നിരീക്ഷിക്കാൻ സാധിക്കും. അതായത് ഏതെങ്കിലും ഒരു പാടശേഖരങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള വെട്ടുക്കിളി ആക്രമണങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, വെട്ടുക്കിളിക്കൂട്ടം വന്നു കഴിഞ്ഞാൽ അത് മൊത്തം പറന്ന് പന്തലിച്ച് എല്ലാ പ്രദേശത്തേക്കും വ്യാപിക്കും. അതുകൊണ്ട് ഈ പറയുന്ന കീടങ്ങളുടെ ആക്രമണത്തിന് സാധ്യതയുണ്ടോ, വിളകൾ വളരുമോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി തരുവാനും നമുക്ക് ആരുടെ സഹായമുണ്ടാവും, ഈ പറയുന്ന റിമോട്ട് സെൻസിങ്ങിൻ്റെ സഹായമുണ്ടാവും. ഇനി അതേപോലെ നോക്കിയാലോ, എണ്ണ പര്യവേഷണം നമുക്ക് നടത്തണം അല്ലേ. ഭൂമിയുടെ അന്തർഭാഗത്താണ് എണ്ണയുള്ളത്. അതായത് പതിറ്റാണ്ടുകൾക്കും നൂറ്റാണ്ടുകൾക്കും സഹസ്രാബ്ദങ്ങൾക്കും ഒക്കെ മുൻപ് മരിച്ചു മണ്ണടിഞ്ഞു പോയ ജീവജാലങ്ങളുടെ അവശിഷ്ടങ്ങൾ, ജൈവ അവശിഷ്ടങ്ങളാണ് പാറകൾക്കിടയിലും മറ്റുമൊക്കെ ഇരുന്ന് എണ്ണയായിട്ട് മാറ്റപ്പെടുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള എണ്ണ കൂടുതൽ കണ്ടെത്താൻ സാധ്യതയുള്ള പ്രദേശങ്ങൾ ഏതെന്ന് ഭൗമാന്തർഭാഗത്തേക്ക് നിരീക്ഷണം നടത്തുന്ന ആ സെൻസറുകൾ വെച്ചിട്ട് മാത്രമേ നമുക്ക് കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ റിമോട്ട് സെൻസിങ് എണ്ണ പര്യവേഷണത്തിന് സാധ്യതയുള്ളതാണ്. അതേപോലെ ഭൂഗർഭ ജലലഭ്യത എവിടെയാണ് അല്ലേ. ജലം എന്ന് പറയുന്നത് ഭൂമിയുടെ അന്തർഭാഗത്ത് പ്ലേറ്റിൻ്റെ ഉള്ളിലായിട്ടാണ് ഇരിക്കുന്നത്. പ്ലേറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ പ്ലേറ്റ് ടെക്ടോണിക്സിലെ പ്ലേറ്റ് ആണ്, അല്ലെങ്കിൽ പ്രതലം എന്നാണ് പറയുന്നത്. ആ പ്രതലത്തിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ ഏതെല്ലാം പ്രതലത്തിൻ്റെ അടിയിൽ ശുദ്ധജലം ഉണ്ടാകുമെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് റിമോട്ട് സെൻസിങ് എന്ന് പറയുന്നത് നമ്മളെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഈ റിമോട്ട് സെൻസിങ് എന്ന് പറയുന്നത് ഒരുപാട് ബഹിരാകാശ ഏജൻസികൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ ഇത് ചെയ്യുന്നത് ആരെല്ലാം എന്ന് ചോദിച്ചാൽ, ഇന്ത്യയിൽ റിമോട്ട് സെൻസിങ് എന്നുള്ള ദൗത്യം നിർവഹിക്കുന്നത്
ഇന്ത്യൻ എയർഫോഴ്സ് നിർവഹിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യൻ എയർഫോഴ്സ് റിമോട്ട് സെൻസിങ് എന്നുള്ള ദൗത്യം നിർവഹിക്കുന്നുണ്ട്. അതേപോലെ നാഷണൽ റിമോട്ട് സെൻസിങ് സെൻറ്റർ ഉണ്ട്. നാഷണൽ റിമോട്ട് സെൻസിങ് സെൻറ്റർ ഈ പറയുന്ന ഏത് നിയന്ത്രിക്കുന്നുണ്ട്? നമ്മുടെ റിമോട്ട് സെൻസിങ് എന്ന് പറയുന്ന സംവിധാനം ചെയ്യുന്നുണ്ട്. അതേപോലെ എയറോസ്പേസ് കമ്പനി കൽക്കട്ട കേന്ദ്രമായി പ്രവർത്തിക്കുന്ന എയറോസ്പേസ് കമ്പനിയും ഈ പറയുന്ന റിമോട്ട് സെൻസിങ് എന്ന് പറയുന്ന സംവിധാനങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഈ റിമോട്ട് സെൻസിങ് എന്ന് പറയുന്നത് എപ്രകാരമാണ് സംഭവിക്കുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അല്ലെ, റിമോട്ട് സെൻസിങ് സംഭവിക്കുന്നത് എന്തായിരിക്കാം? അതിൻ്റെ വിവിധ ഘട്ടങ്ങളെക്കുറിച്ചാണ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. റിമോട്ട് സെൻസിങ് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചു അല്ലേ, ഒരു ഊർജ്ജ പ്രവാഹത്തിലൂടെയാണ് ഈ റിമോട്ട് സെൻസിങ് സാധ്യമാകുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. അതായത് ഒരു സ്രോതസ്സിൽ നിന്ന് ഒരു ഊർജ്ജം പ്രവഹിക്കുന്നു. ആ ഊർജ്ജം എന്ന് പറയുന്നത് എവിടെയെങ്കിലുമൊക്കെ പ്രതലത്തിലൊക്കെ തട്ടി പ്രതിഫലിപ്പിച്ച് വരാൻ നേരത്ത് അത് പിടിച്ചെടുക്കുവാനായിട്ട് സെൻസറുകൾ ഉണ്ടാകും. അതാണ് നമ്മൾ പറയുവാൻ പോകുന്നത് അല്ലേ. അപ്പോൾ ഒരു ഊർജ്ജ സ്രോതസ്സ് എന്ന് പറയുന്നത് നിർബന്ധമാണ്. എവിടെ? റിമോട്ട് സെൻസിങ്ങിൽ ഊർജ്ജം പ്രവഹിപ്പിക്കുന്ന ഒരു സ്രോതസ് ഉണ്ടാവണം. അത് ദൃശ്യപ്രകാശം വേണമെങ്കിലാവാം അല്ലേ, അത് ദൃശ്യപ്രകാശം വേണമെങ്കിലാവാം, ഇൻഫ്രാറെഡ് അല്ലെങ്കിൽ മൈക്രോവേവ് എന്നീ ഊർജ്ജ തലങ്ങളിൽ ഏത് വേണമെങ്കിലും ആവാം. അപ്പോൾ ദൃശ്യപ്രകാശമോ ഇൻഫ്രാറെഡോ മൈക്രോവേവോ ഏത് വേണമെങ്കിലും ആകാവുന്ന ഒന്നാണ് ഈ പറയുന്ന ഏത് നമ്മുടെ ഊർജ്ജത്തിൻ്റെ സ്രോതസ്. അപ്പോൾ ഊർജ്ജത്തിൻ്റെ സ്രോതസ് ഒരെണ്ണം വേണം അല്ലേ. അപ്പോൾ ഊർജ്ജ സ്രോതസ് നിർബന്ധമാണ്. പിന്നെയോ ഈ സ്രോതസ്സിൽ തന്നെ ഊർജ്ജം ഇരുന്നിട്ട് കാര്യമില്ല, അതെന്ത് ചെയ്യണം? വ്യാപിക്കണം. അപ്പോൾ ഊർജ്ജ വ്യാപനം എന്ന് പറയുന്നതും ഇവിടെ നിർബന്ധമാണ് അല്ലേ. ഈ ഊർജ്ജം എവിടേക്കാണ് എത്തിപ്പെടേണ്ടത്? ഭൂമിയുടെ ഉപരിതലത്തിൽ ഊർജ്ജം എത്തണം. അപ്പം ഒരു സ്രോതസ്സിൽ നിന്ന് ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് ഊർജ്ജം എത്തണം. ആ ഊർജ്ജം എന്ന് പറയുന്നത് എന്ത് ചെയ്യണം? ഈ ഭൂമിയിൽ വരുമ്പോൾ ഉണ്ടാകുന്നൊരു ഇടപെടലുകൾ ഉണ്ടാവും. ആ ഇടപെടലുകളാണ് ചിത്രീകരിക്കപ്പെടേണ്ടത് അല്ലേ. പിന്നെയോ ഇങ്ങനെ അന്തരീക്ഷത്തിലേക്ക് ഊർജ്ജം വരുമ്പോൾ അന്തരീക്ഷത്തിൻ്റെ പാളികളിലേക്കും പ്രതലത്തിലേക്കും ഇത് വ്യാപിക്കുന്നു. ഇതാണ് ഇടപെടൽ. അങ്ങനെ ഊർജ്ജം അന്തരീക്ഷത്തിലേക്ക് വ്യാപിക്കുന്ന ഒരു പ്രക്രിയയാണ് ഇവിടെയുള്ളത്. പിന്നെയോ ഇങ്ങനെ വ്യാപിക്കുന്ന ഊർജ്ജത്തെ സെൻസറുകൾ പിടിച്ചെടുക്കുന്നു. സെൻസറുകൾ എന്ന് വെച്ചാൽ സംവേദകങ്ങൾ എന്ന് പറയുന്നതാണ്. അപ്പോൾ അന്തരീക്ഷത്തിലേക്ക് വ്യാപിക്കുന്ന ഊർജ്ജത്തെ സംവേദകങ്ങൾ പിടിച്ചെടുക്കുന്ന പ്രക്രിയയാണ് തുടർന്ന് വരുന്നത്. അങ്ങനെ പിടിച്ചെടുക്കുന്ന ഈ ഊർജ്ജത്തെ എന്ത് ചെയ്യുന്നു? ഫോട്ടോഗ്രാഫിക് ഡിജിറ്റൽ രൂപത്തിലേക്ക് സംവേദകങ്ങൾ എന്ത് ചെയ്യുകയാണ്? പരിവർത്തനം ചെയ്യുകയാണ്. അപ്പോൾ ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് വരുന്ന ഊർജ്ജത്തെ സെൻസറുകൾ പിടിച്ചെടുക്കുന്നു. വ്യാപിക്കുന്ന ഊർജ്ജത്തെ സെൻസറുകൾ പിടിച്ചെടുക്കുന്നു. അങ്ങനെ പിടിച്ചെടുക്കുന്ന ഈ ഊർജ്ജം എന്ന് പറയുന്നത് ഫോട്ടോഗ്രാഫിക് ഡിജിറ്റൽ രൂപത്തിലേക്ക് പരിവർത്തനം ചെയ്യിപ്പിക്കുന്ന ഒരു പ്രക്രിയയാണ് പിന്നീട് നടക്കുന്നത്. അങ്ങനെ പരിവർത്തനം ചെയ്യിപ്പിക്കുന്നു. ആ പരിവർത്തനം ചെയ്യുന്നതിൽ നിന്ന് ഡേറ്റയിൽ നിന്ന് അതിൻ്റെ ഉള്ളടക്കം വേർതിരിച്ചെടുക്കുന്നു. അതായത് ലഭിക്കുന്ന ഈ പരിവർത്തിപ്പിക്കുന്ന സംഭവത്തിൽ നിന്ന് അതിൻ്റെ ഉള്ളടക്കം വേർതിരിച്ചെടുക്കുക എന്നുള്ളതാണ് അടുത്ത പ്രക്രിയ എന്ന് പറയുന്നത്. അങ്ങനെ ഉള്ളടക്കം വേർതിരിച്ചെടുത്തിട്ട് ഏറ്റവും അവസാനത്തെ പ്രക്രിയ വിവരങ്ങൾ എന്ത് ചെയ്യുന്നു? ഭൂപടങ്ങളിൽ അല്ലെങ്കിൽ ടാബുലാർ ഫോമിലേക്ക് പരിവർത്തനം ചെയ്യുന്നതാണ് അടുത്ത പ്രക്രിയ എന്ന് പറയുന്നത്. ഇതാണ് റിമോട്ട് സെൻസിങ്ങിൻ്റെ വിവിധ ഘട്ടങ്ങൾ നടക്കുമ്പോൾ കടന്നു പോകുന്നത്. ഇനി നമ്മൾ നോക്കിയാലോ, ഈ റിമോട്ട് സെൻസിങ് എന്ന് പറയുന്നത് ഊർജ്ജത്തെ ബേസ് ചെയ്താണ് എന്ന് നമ്മൾ ഒരിക്കൽ പറഞ്ഞു കഴിഞ്ഞു അല്ലേ. അപ്പോൾ ഊർജ്ജത്തെ ബേസ് ചെയ്ത് ആണ് എന്നുണ്ടെങ്കിൽ എങ്ങനെയുള്ള ഊർജ്ജം എന്ന് നമ്മൾ അറിയണം അല്ലേ. ബേസ്ഡ് ഓൺ എനർജിയാണ്. ഒന്ന് പാസീവ് റിമോട്ട് സെൻസിങ് എന്ന് പറയുന്ന ഒന്നാണ് അല്ലേ. ഒന്ന് പാസീവ് റിമോട്ട് സെൻസിങ് എന്ന് പറയുന്നുണ്ട്. അതായത് എന്താണ്? സൗരോർജ്ജത്തിൻ്റെ സഹായം അതാണ് ഇവിടെ ആവശ്യമുള്ളത്. സംവേദകം എന്ന് പറയുന്നത് സ്വയം ഊർജ്ജം പുറപ്പെടുവിക്കുന്നില്ല അല്ലേ. സംവേദകം സെൻസറിന് ഊർജ്ജം അവിടെ പുറപ്പെടുവിക്കേണ്ട ആവശ്യം വരുന്നില്ല. കാരണം അതിന് വേണ്ടുന്ന ആവോളം ഊർജ്ജം എന്ന് പറയുന്നത് എവിടെ നിന്ന് ലഭിക്കുന്നു? സൗരോർജ്ജത്തിൽ നിന്ന് ലഭിക്കുന്നു എന്നാണ് ഇതുകൊണ്ട് മനസ്സിലാക്കുന്നത്. ഇനി അടുത്ത് എന്തായിരിക്കാം? ആക്റ്റീവ് റിമോട്ട് സെൻസിങ് എന്ന് പറയുന്നുണ്ട് അല്ലേ. ആക്റ്റീവ് റിമോട്ട് സെൻസിങ് എന്ന് വെച്ചാൽ എന്താണ്? ആക്റ്റീവ് റിമോട്ട് സെൻസിങ് വെച്ചാൽ സെൻസർ സൗരോർജ്ജത്തിൻ്റെ ഊർജ്ജമല്ല എടുക്കുന്നത്. സെൻസർ എടുക്കുന്ന ഊർജ്ജം എന്ന് പറയുന്നത് ഇവിടെ നിന്നാണ്? കൃത്രിമ ഊർജ്ജമാണ് എടുക്കുന്നത്. അപ്പോൾ സെൻസർ കൃത്രിമമായിട്ട് ഊർജ്ജം എടുക്കുന്നതാണ് ഏത്? ആക്റ്റീവ് റിമോട്ട് സെൻസിങ് എന്ന് പറയുന്ന ആ ഒരു പ്രക്രിയയിലുള്ളത് അല്ലേ. ഇനി നമ്മൾ നോക്കിയാൽ എന്താ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? സെൻസറുകളെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ സെൻസറുകൾ എന്ന് പറയാൻ നേരത്ത് രണ്ട് തരത്തിലുള്ള സെൻസറുകളുണ്ട് അല്ലേ. സെൻസറുകൾ സംവേദകങ്ങൾ രണ്ട് തരത്തിലുള്ളതുണ്ട്. അത് ഏതെല്ലാം എന്ന് നോക്കാം. ഒന്ന് ഫോട്ടോഗ്രാഫിക് സെൻസർ എന്നാണ് പറയുന്നത്. ഫോട്ടോഗ്രാഫിക് സെൻസർ അല്ലെ, ഫോട്ടോകൾ എന്ന് പറയുന്നതാണ് ക്യാമറകൾ നമുക്ക് എടുക്കാൻ പറ്റും അല്ലെ. ഫോട്ടോഗ്രാഫിക് സെൻസറിൻ്റെ ശ്രേണിയിൽ ക്യാമറയെ നമുക്ക് പെടുത്താൻ പറ്റും അല്ലെ. ക്യാമറ എന്താ ചെയ്യുന്നത്? പ്രതിഫലിക്കുന്ന ദൃശ്യപ്രകാശത്തെ ക്യാമറ ഒപ്പിയെടുക്കും. അപ്പോൾ പ്രതിഫലിക്കുന്ന ദൃശ്യപ്രകാശത്തെ ക്യാമറ ഒപ്പിയെടുക്കാറുണ്ട് അല്ലേ. പിന്നെയോ രണ്ടാമത്തത് നോൺ ഫോട്ടോഗ്രാഫിക് സെൻസർ എന്ന് പറയുന്നതാണ്. നോൺ ഫോട്ടോഗ്രാഫിക് സെൻസർ എന്താണ്? നോൺ ഫോട്ടോഗ്രാഫിക് സെൻസർ അത് സ്കാനർ എന്ന് പറയുന്നതാണ്. അപ്പോൾ സ്കാനറിന് വേണമെങ്കിൽ നമുക്ക് നോൺ ഫോട്ടോഗ്രാഫിക് സെൻസറിൽ ഉൾപ്പെടുത്താവുന്നതേ ഉള്ളൂ അല്ലേ. അതെന്താ ചെയ്യുന്നത്? വൈദ്യുത കാന്തിക വികിരണം രേഖപ്പെടുത്തുന്നു. അതാണ് സെൻസറുകൾ ചെയ്യുന്നത്. അപ്പോൾ വൈദ്യുതി കാന്തിക വികിരണം രേഖപ്പെടുത്തുന്ന ചുമതല നിർവഹിക്കുന്നതാണ് സെൻസറുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സെൻസറുകളൊക്കെ പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഉണ്ടാവണം അല്ലേ. സെൻസറുകൾ വയ്ക്കാനായിട്ട് ഒരു പ്ലാറ്റ്ഫോം നിർബന്ധമാണ്. അപ്പോൾ പ്ലാറ്റ്ഫോം എന്ന് വെച്ചാൽ എന്തായിരിക്കാം? സെൻസർ ഘടിപ്പിച്ചിരിക്കുന്ന പ്രതലത്തിനെയാണ് നമ്മൾ പ്ലാറ്റ്ഫോം എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ സെൻസർ ഘടിപ്പിച്ചിരിക്കുന്ന പ്രതലം അറിയപ്പെടുന്ന പേരാണ് പ്ലാറ്റ്ഫോമുകൾ എന്നാണ് അറിയപ്പെടുന്നത് അല്ലേ.
അങ്ങനെയാണെങ്കിൽ പ്ലാറ്റ്ഫോം സെൻസർ ഘടിപ്പിച്ചിരിക്കുന്ന പ്രതലമാണെങ്കിൽ എവിടെയെല്ലാം സെൻസർ ഘടിപ്പിക്കാം? ബലൂണിൽ ഘടിപ്പിക്കാം, അല്ലെ? ബലൂണിൽ സെൻസർ ഘടിപ്പിക്കാൻ സാധിക്കും, വിമാനത്തിൽ ഘടിപ്പിക്കാൻ സാധിക്കും, പിന്നെയോ ഉപഗ്രഹങ്ങളിലും ഘടിപ്പിക്കാൻ സാധിക്കും. അപ്പോൾ ഉപഗ്രഹങ്ങളിലും വിമാനങ്ങളിലും ബലൂണുകളിലും സെൻസറുകൾ ഘടിപ്പിക്കുവാനായിട്ട് സാധിക്കുന്നതാണ്, അല്ലേ? ഇനി നമ്മൾ നോക്കിയാൽ ഇത്തരത്തിലുള്ള റിമോട്ട് സെൻസിങ്ങിന് എന്ത് ചെയ്യുന്നുണ്ട്? പലതരത്തിലുള്ള ഫോട്ടോഗ്രഫിയും ഉപയോഗിക്കാറുണ്ട്. അതിൽ ഒന്നാമത് ടെറസ്ട്രിയൽ ഫോട്ടോഗ്രഫിയാണ്. വെച്ചാൽ ഭൂതല ഛായ ചിത്രീകരിക്കുന്നു. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നുകൊണ്ട് തന്നെ ഏതെങ്കിലുമൊക്കെ ഉയർന്ന പ്രദേശങ്ങളിൽ ക്യാമറ വെച്ചിട്ട് അവിടെ നിന്നുകൊണ്ട് ചിത്രങ്ങൾ ഒപ്പിയെടുക്കുന്ന പ്രക്രിയക്കാണ് നമ്മൾ ഭൂതല ഛായാഗ്രഹണം അഥവാ ടെറസ്ട്രിയൽ ഫോട്ടോഗ്രഫി എന്ന് പറയുന്നത്. ടെറസ്ട്രിയൽ ഫോട്ടോഗ്രഫി ഏതെങ്കിലും ഒരു ഉയർന്ന പ്രദേശത്ത് ക്യാമറ വെക്കുന്നു, എന്നിട്ട് താഴെയുള്ള പ്രദേശങ്ങളുടെ പടം എന്ന് പറയുന്നത് എന്ത് ചെയ്യാണ്? ഒപ്പിയെടുക്കുന്ന പരിപാടിക്കാണ് നമ്മൾ ഈ പറയുന്ന ടെറസ്ട്രിയൽ ഫോട്ടോഗ്രഫി എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ഫോട്ടോഗ്രഫി ഏതാണ്? രണ്ടാമത്തത് ഏരിയൽ റിമോട്ട് സെൻസിങ് എന്ന് പറയും. ആകാശീയ ഛായാഗ്രഹണം എന്ന് പറയുന്നതാണ് ഏരിയൽ റിമോട്ട് സെൻസിങ് എന്ന് പറയുന്നത്. അതായത് വിമാനങ്ങൾ, ബലൂണുകൾ എന്നിവയിലൊക്കെ സെൻസറുകൾ ഘടിപ്പിച്ചിട്ട് അല്ല ക്യാമറകൾ ഘടിപ്പിച്ചിട്ട് അവിടെ നിന്നുള്ള ഫോട്ടോ എടുക്കുന്ന പ്രക്രിയക്കാണ് നമ്മളിത് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ എടുക്കുമ്പോൾ എന്താ സംഭവിക്കുക? വളരെ ഉയരത്തിൽ നിന്ന് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു മീഡിയം ഉയരത്തിൽ നിന്നല്ലേ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ വളരെ കുറച്ച് പ്രദേശങ്ങളുടെ മാത്രമേ ക്യാമറ ഒപ്പിയെടുക്കുകയുള്ളൂ. അപ്പോൾ ഒരു കുറേ ഏക്കർ പ്രദേശത്തിൻ്റെതാണ് ഒപ്പിയെടുക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു? അതിനടുത്തടുത്ത പ്രദേശങ്ങളെല്ലാം കൂടി ഒപ്പിയെടുത്തിട്ട് ഇതെല്ലാം കൂടി എന്ത് ചെയ്യുകയാണ്? ഒന്നിച്ച് ചേർക്കേണ്ടി ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ ചേർക്കാൻ നേരത്ത് ഒരു ഫോട്ടോ എടുത്തതിൻ്റെ 60% എന്ന് പറയുന്നത് അടുത്ത ഫോട്ടോയിലും കയറും. അങ്ങനെ 2 ഷീറ്റുകൾ തമ്മിൽ ചേർത്ത് വയ്ക്കാൻ നേരത്ത് 2 ഷീറ്റിലും അപ്പുറത്തും ഇപ്പുറത്തുള്ളതൊക്കെ ഉണ്ടാകും. അതായത് ഒരു ഫോട്ടോയുടെ 60%ഓളം അടുത്ത ഫോട്ടോയുടെ കൂട്ടത്തിൽ ചേർക്കുമ്പോൾ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യണം? അതിന് ഓവർലാപ്പ് എന്ന് പറയുന്നു. അതായത് ഇപ്പോൾ നമ്മൾ എടുക്കുന്നത് ഈ വലിപ്പത്തിലുള്ളൊരു ഫോട്ടോയാണെന്ന് വയ്ക്കുക. എന്നിട്ട് നീന്നു അടുത്ത പ്രദേശത്തിൻ്റെ എടുക്കുന്നു. അങ്ങനെ എടുക്കാൻ നേരത്ത് ഇവിടെ ഷൂട്ട് ചെയ്ത അല്ലെങ്കിൽ ഇവിടെ ഒപ്പിയെടുത്ത ദൃശ്യം തന്നെ ഇതിലും കാണും. അങ്ങനെ നോക്കിയാൽ ഇവിടെ ഒന്നാമത്തെ പടത്തിലെടുത്ത 60% കാര്യങ്ങൾ രണ്ടാമത്തെ പടത്തിലും വരും. രണ്ടാമത്തെ പടത്തിലെടുത്ത 60% കാര്യങ്ങൾ മൂന്നാമത് എടുക്കുന്നതിലും വരും. അതുപോലെ ഇങ്ങനെ ചേർത്ത് വെക്കാൻ നേരത്ത് ഇവിടെ കണ്ടത് തന്നെ ഇവിടെയും കാണും, ഇവിടെ കണ്ടത് തന്നെ ഇവിടെയും കാണും, ഇവിടെ കണ്ടത് തന്നെ ഇവിടെയും കാണും. അപ്പോൾ നമുക്ക് തോന്നും ഇത് ഓവർലാപ്പിംഗ് അല്ലേ എന്ന് തോന്നും. അപ്പോൾ ഇതിനെയാണ് ഓവർലാപ്പ് എന്ന് പറയുന്നത്. അതായത് ആകാശീയ ഫോട്ടോഗ്രാഫിയുടെ ഓവർലാപ്പ് എന്ന് പറയുന്നത് ഒന്നാമതെടുത്ത പടത്തിലുള്ള 60% കാര്യങ്ങളും രണ്ടാമതെടുക്കുന്ന പടത്തിലും ദൃശ്യമാകും എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഈ 2 പെയറുകൾ അല്ലെങ്കിൽ ഒന്നാമത്തെ ഫോട്ടോയും രണ്ടാമത്തെ ഫോട്ടോയും തമ്മിൽ ഇങ്ങനെ ചേർത്ത് വയ്ക്കുന്ന പരിപാടിക്ക് നമ്മൾ പറയുന്നത് സ്റ്റീരിയോ പെയർ എന്ന് പറയും. അല്ല 60% ഉണ്ട് ഓവർലാപ്പ് ഉണ്ടായ 2 ഭാഗങ്ങൾ നമ്മളിങ്ങനെ ചേർത്ത് വയ്ക്കുന്നതിന് പറയുന്ന പേരാണ് സ്റ്റീരിയോ പെയർ എന്ന് പറയുന്നു. ഈ സ്റ്റീരിയോ പെയർ നമ്മൾ എന്ത് ചെയ്യുകയാണ്? ഒരു കൃത്യമായ അളവിൽ നമുക്ക് ലഭിക്കണ്ടേ? അല്ലെങ്കിൽ രണ്ടും രണ്ടായിട്ട് കാണിയല്ലേ? അപ്പോൾ ഒരുമിച്ച് കാണാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ഉപകരണം ഉപയോഗിക്കുന്നു. ആ ഉപകരണമാണ് സ്റ്റീരിയോസ്കോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റീരിയോ പെയറിൽ നിന്ന് ത്രിമാന ചിത്രങ്ങൾ ലഭിക്കുവാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണത്തെയാണ് സ്റ്റീരിയോസ്കോപ്പ് എന്ന് പറയുന്നത്. ഈ ത്രിമാന ചിത്രം ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കാണുന്ന കാഴ്ചയെ നമ്മൾ പറയുന്ന പേരാണ് സ്റ്റീരിയോസ്കോപ്പിക് വിഷൻ എന്നും പറയാറുണ്ട്. ഇത് ഏരിയൽ റിമോട്ട് സെൻസിങ് എന്ന് പറഞ്ഞ മേഖല പഠിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്ന കാര്യമാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് സാറ്റലൈറ്റ് റിമോട്ട് സെൻസിങ് ഉണ്ട്, അല്ലെ? സാറ്റലൈറ്റ് റിമോട്ട് സെൻസിങ് എന്ന് പറയുന്ന ഒരു മേഖലയുണ്ട്. അതായത് ഉപഗ്രഹങ്ങളിൽ സംവേദകങ്ങൾ അഥവാ സെൻസറുകൾ ഘടിപ്പിച്ചുകൊണ്ട് പഠനം നടത്തുന്ന, ചിത്രീകരണം നടത്തുന്ന പ്രക്രിയക്കാണ് നമ്മൾ സ്റ്റീരിയോസ്കോപ്പിക് വിഷൻ അല്ലെങ്കിൽ സ്റ്റീരിയോസ്കോപ്പിക് റിമോട്ട് സെൻസിങ് എന്ന് പേരിട്ട് കൊണ്ട് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കിയാൽ ഈ സ്റ്റീരിയോ ടൈപ്പ് അല്ല സാറ്റലൈറ്റ് റിമോട്ട് സെൻസിങ് എന്ന് പറയുമ്പോൾ 2 തരത്തിലുണ്ടല്ലേ? കൃത്രിമ ഉപഗ്രഹങ്ങളിലാണ് ഇത് ഘടിപ്പിക്കുന്നത്. അപ്പോൾ കൃത്രിമ ഉപഗ്രഹങ്ങൾ നോക്കാൻ നേരത്ത് ഉപഗ്രഹങ്ങൾ 2 തലത്തിലുണ്ട്. ഒന്ന് ഭൗമസ്ഥിര ഉപഗ്രഹങ്ങൾ എന്ന് പറയുന്നതുണ്ട്. ഭൗമസ്ഥിര ഉപഗ്രഹങ്ങൾ വെച്ചാൽ ഭൂമിയെപ്പോലെ ഭൂമിക്ക് ചുറ്റും ഇങ്ങനെ നിരന്തരം കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഉപഗ്രഹങ്ങളെയാണ് നമ്മൾ ഭൗമസ്ഥിര ഉപഗ്രഹങ്ങൾ അഥവാ ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റുകൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് ഏകദേശം ഒരു 36,000 കിലോമീറ്ററുകൾ വരെ ഉയരത്തിലായിരിക്കും ഇത് നിലനിൽക്കുന്നത്, അല്ലെ? 36,000 കിലോമീറ്ററുകൾ വരെ ഉയരത്തിൽ ഇതുണ്ടാവും, അല്ലെ? 3600 മുതൽ 36,000 കിലോമീറ്ററുകൾ വരെ ഉയരത്തിലായിരിക്കും ഇത്തരത്തിലുള്ള ജിയോ സ്റ്റേഷനറി ഉപഗ്രഹങ്ങൾ ഉണ്ടാവുക. അത് ഭൂമി ഭ്രമണം ചെയ്യുന്നതിനോടൊപ്പം ഭൂമിയോടൊപ്പം തന്നെ ഭ്രമണം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഒരു പ്രദേശത്തിൻ്റെ ചിത്രങ്ങൾ കൃത്യമായിട്ട് ഇതിലെപ്പോഴും രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കും. അതായത് ഒരു പ്രദേശത്തിൻ്റെ ചിത്രം കൃത്യമായിട്ട് ലഭിക്കാൻ കാര്യം എന്താ? ഇവിടെയാണ് ഭൂമിയെങ്കിൽ ഇത്രയും ഉയരത്തിൽ നിന്ന് ഭൂമിക്കൊപ്പം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയല്ലേ. അതുകൊണ്ട് ഭൂമിയുടെ ഒപ്പം സ്ഥിരമായിട്ട് സഞ്ചരിക്കുന്ന ഉപഗ്രഹം ആയതിനാലാണ് അതിനെ ഭൗമസ്ഥിര ഉപഗ്രഹം എന്ന് നമ്മൾ പേരിട്ട് വിശേഷിപ്പിക്കുന്നത്, അല്ലേ? ഇത് ഏകദേശം 1/3 ഭാഗം നിരീക്ഷിക്കുന്നു എന്ന് പറയണം, അല്ലെ? 36,000 കിലോമീറ്റർ മുകളിലും നോക്കാൻ നേരത്ത് ഭൂമിയുടെ 1/3 ഭാഗം എന്തായാലും ഇതിൻ്റെ കണ്ണിൽ കിട്ടിയിരിക്കും, അല്ലേ? പകുതി ഭാഗമെങ്കിലും കിട്ടുമെങ്കിൽ അതിൽ 1/3 ക്ലിയർ വിഷനായിട്ട് കിട്ടിയിരിക്കും. അതാണ് ഭൗമസ്ഥിര ഉപഗ്രഹം എന്ന് പറയുന്നത്. നമ്മുടെ ഇൻസാറ്റ് ശ്രേണിയിൽപ്പെട്ടിട്ടുള്ള ഉപഗ്രഹങ്ങൾ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ജിയോ സ്റ്റേഷനറി ഉപഗ്രഹങ്ങൾക്ക് ഉദാഹരണമായിട്ട് പറയാൻ പറ്റുന്നതാണ്. അതായത് സ്ഥിരമായിട്ട് ഭൂമിക്ക് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഉപഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ ഒരു പ്രദേശത്തിൻ്റെ വിവരം സ്ഥിരമായിട്ടും കൃത്യമായിട്ട് ലഭിക്കുവാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്ന, അല്ലെ, എന്തായിരിക്കാം, സഹായിക്കുന്ന ഉപഗ്രഹം എന്ന് പറയുന്നത് ഈ പറയുന്ന
ജിയോ സ്റ്റേഷണറി സാറ്റലൈറ്റ് ആണ്. ഇനി രണ്ടാമത്തെ ടൈപ്പിൻ്റെ പേരാണ് സൺ സിൻക്രോണൈസ് സാറ്റലൈറ്റ് എന്ന് പറയും. അതായത് സൗരസ്ഥിര ഉപഗ്രഹങ്ങൾ. സൺ സിൻക്രോണൈസ് സാറ്റലൈറ്റ് എന്ന് പറയുന്നതാണ്. അതായത് ഇത് ഭൂമധ്യരേഖ പ്രദേശങ്ങളിലൊന്നും അല്ല കാണുന്നത്, ഭൂമിയുടെ 2 ധ്രുവങ്ങളിലുമായിട്ടാണ്. ഒന്നുകിൽ ദക്ഷിണ ധ്രുവത്തിന് മുകളിലായിട്ട്, അതല്ലെങ്കിൽ ഉത്തര ധ്രുവത്തിന് മുകളിലായിട്ട്. ആ ധ്രുവങ്ങൾക്ക് മുകളിൽ ഇങ്ങനെ സ്ഥിരമായിട്ട് നിൽക്കും, അല്ല സൂര്യൻ നിൽക്കുന്ന പോലെ ഒരു സ്ഥലത്ത് ഇങ്ങനെ സ്ഥിരമായിട്ട് നിൽക്കുന്ന രീതി ആയതുകൊണ്ടാണ് ഇവിടെ കറങ്ങാനും പിടിക്കാനും ഒന്നും പോകത്തില്ല, അല്ലേ. അത് ഏകദേശം ഒരു 900 കിലോമീറ്റർ ഉയരത്തിലാണ്. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് 900 കിലോമീറ്റർ ഉയരത്തിൽ ധ്രുവപ്രദേശങ്ങൾ മാത്രം നിരീക്ഷിക്കുന്ന ഒരു കുറഞ്ഞ നിരീക്ഷണ പരിധിയുള്ള ഒരു ഉപഗ്രഹമാണ് നമ്മളീ പറയുന്ന സൺ സിൻക്രോണൈസ് സാറ്റലൈറ്റ് അഥവാ സൗരസ്ഥിര ഉപഗ്രഹം എന്ന് പറയുന്നത്. നമ്മുടെ ലാൻഡ്സാറ്റ്, IRS എന്നൊക്കെ പറയുന്ന ഉപഗ്രഹങ്ങളൊക്കെ ഇതിന് ഉദാഹരണമാണ്. സൺ സിൻക്രോണൈസ് സാറ്റലൈറ്റിനെ ഉദാഹരണമായിട്ട് നമുക്ക് എടുത്ത് മനസ്സിലാക്കി പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് റിമോട്ട് സെൻസിങ് എന്ന് പറയുന്ന ആ ഒരു മേഖലയിലേക്കാണ്. അപ്പോൾ റിമോട്ട് സെൻസിങ്ങിനെ കുറിച്ചുള്ള ആദ്യത്തെ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ആദ്യത്തെ ക്ലാസ് ഇഷ്ടമായെങ്കിൽ നമുക്കിനി അടുത്ത ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റത്തെക്കുറിച്ചൊക്കെയുള്ള ക്ലാസ്സുകളിലേക്ക് കടക്കാം എന്ന് പ്രത്യാശിക്കുന്നു. അപ്പോൾ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ജയാശംസകൾ നേരുന്നു. ഓൾ ദ ബെസ്റ്റ്.